Learning, powered by Elegant Central Education and Research Center. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്നുള്ള പാഠഭാഗമാണ്. ദ മിസ്റ്റീരിയസ് പിക്ചർ അഥവാ ഒരു നിഗൂഢമായ ചിത്രം. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ ഒരു നിഗൂഢമായ എന്നാണ് അർത്ഥം. അതിലെന്തൊക്കെയൊക്കെയോ ഒരു നിഗൂഢതയുണ്ട്, ആ ചിത്രത്തിലൊരു നിഗൂഢത, അങ്ങനെയുള്ളൊരു കഥയാണിത്. ഇതിലത്തെ മെയിൻ കഥാപാത്രം അഥവാ ക്യാരക്ടർ എന്ന് പറയുന്നത് ടിൽ എന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ് ഫ്രം കോർട്ട് ടു കോർട്ട് റോഡ് ടു ദ പാലസ് ഓഫ് ദി ആർച്ച് ഡക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. ടിൽ എന്ന് പറഞ്ഞ വ്യക്തി ഓരോ സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിച്ച്, റോഡ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച് ബാറ്റൻബർഗിലുള്ള ആർച്ച് ഡക്കിൻ്റെ കൊട്ടാരത്തിലെത്തി. എങ്ങനെ? അവൻ്റെ ഡോങ്കിയുടെ പുറത്ത്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ. ഈ ടില്ലെന്ന് പറയുന്ന വ്യക്തിയുടെ ക്ലോത്തും വസ്ത്രധാരണവും അപ്പിയറൻസൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ അറ്റൻറ്റീവ് ആക്കുന്നതായിരുന്നു, വളരെ അട്രാക്റ്റഡ് ആയിരുന്നു, അവരെ ആകർഷിക്കുന്നതായിരുന്നു. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് and the 3 bright feathers on it danced in the breeze as he rode. ടില്ല് സഞ്ചരിക്കുന്ന സമയത്ത് ടിൻ്റെ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ആ തൊപ്പി വളരെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ തൊപ്പിയുടെ മുകളിലെ 3 ഫെതേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ബ്രീസിൽ ഇങ്ങനെ ആടുകയായിരുന്നു എന്ന്. കാറ്റത്ത്, ബ്രീസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റ് വീശുമ്പോൾ ഫെതേഴ്സ് ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം, ഹേയ് ദർ യു ഫെല്ലോ ഓൺ ദ ഡോങ്കി. അതായത് ടില്ല അങ്ങനെ കൊട്ടാരത്തിൻ്റെ മുൻപിലെത്തി. അപ്പോൾ അവിടെ മുൻപിൽ തന്നെ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ്, അതായത് സൈന്യാധിപനായിരിക്കും, ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിൻ്റെ ഒക്കെ ഒരു ക്യാപ്റ്റൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ടില്ലിനെ വിളിച്ചു, ഹേയ് ദർ യു ഫെല്ലോ ഓൺ ദ ഡോങ്കി. അതായത് ഹേ, ആ കഴുതയുടെ പുറത്തിരിക്കുന്ന ആളെ എന്ന് വിളിക്കുകയാണ്. വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. ഞങ്ങളിങ്ങനെ പണിയെടുക്കാത്ത ആൾക്കാരെയൊന്നും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാത്ത ആൾക്കാർ. അതുപോലത്തെ ആളുകളെയൊന്നും ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല, ഡോണ്ട് അലോ, പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറയുകയാണ്. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലിട്ടൺ. താങ്കളെയും താങ്കളുടെ കഴുതയും കണ്ടു കഴിഞ്ഞാൽ വളരെ മെലിഞ്ഞിരിക്കുന്ന പോലെ, സ്കെലിട്ടണായിട്ടിരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് വാസ് ടോൾ, വെൽ ബിൽറ്റ്, റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. ഇനി ക്യാപ്റ്റനെ കുറിച്ച് പറയുകയാണ്. ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ, വെൽ ബിൽറ്റായിട്ട്, ഒത്ത ശരീരത്തോടു കൂടിയ ഒരു ചുവന്ന മുടിക്കാരനായ 25 ഏജ് എടുത്തിട്ടുള്ള ഒരാളാണ്. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. അദ്ദേഹത്തിൻ്റെ നല്ല യൂണിഫോമോട് കൂടിയിട്ടാണ്, ഹാൻഡ്സംലി ഡ്രസ്സ് ചെയ്തുള്ള യൂണിഫോമോട്, ഗോൾഡ് ബ്രെയ്ഡഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നിയിട്ട മുടി എന്നാണ് ബ്രെയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ഒരു വേഷം ഉണ്ടാവുമല്ലോ, അത് നല്ല രീതിയിൽ ഹാൻഡ്സംലി ഡ്രസ്സ് ചെയ്തിട്ടാണ് ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് നിന്നിരുന്നത്. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ടിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വളരെ കൂളായിട്ട് നോക്കിയിട്ട് കഴുതയുടെ പുറത്തുനിന്ന് ഇറങ്ങി. ഡിസ്മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം. ഹി ബൗഡ് ലോ ആൻഡ് സെഡ്. അദ്ദേഹം തല കുനിച്ചുകൊണ്ട് ടില്ല് വന്നിച്ചുകൊണ്ട് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാണ്. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലിട്ടൺ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. എന്നിട്ട് ടില്ല് പറയാണ്, താങ്കൾക്ക് എന്നെ സ്കെലിട്ടണായിട്ട്, മെലിഞ്ഞിരിക്കുന്ന ആളായിട്ട് തോന്നുകയാണെങ്കിൽ അതെൻ്റെ ഫോൾട്ടല്ല, അതെൻ്റെ തെറ്റല്ല. ഐ ആം വെരി ഹംഗ്രി. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ഞാൻ ഒരു നിർബന്ധത്തിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇഫ് യു
will be so good as to give me a piece of gold coat that you wear on your coat. അതായത് താങ്കൾക്ക് എന്നെ നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ താങ്കളുടെ കോട്ടിൽ ഇട്ടിരിക്കുന്ന ആ ഗോൾഡ് കോഡ്, അതായത് ചുറ്റിയിരിക്കുന്ന ഒരു ഗോൾഡിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവരുടെ കോട്ടിൽ, അത് എനിക്ക് തന്നാലും, അതിൻ്റെ ഒരു പീസ് എനിക്ക് തന്നാലും, അപ്പോൾ I will go and hang myself by the teeth on that large leg of mutton that I see hanging in the butcher's shop. അതായത് താങ്കൾ ആ ഗോൾഡ് കോഡ് എനിക്ക് തരികയാണെങ്കിൽ, ആ ഗോൾഡിൻ്റെ പീസ് എനിക്ക് തരികയാണെങ്കിൽ, ഞാൻ ബുച്ചേഴ്സ് ഷോപ്പിലുള്ള ഇറച്ചിക്കടയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ലാർജ് മട്ടൻ്റെ പീസ് വാങ്ങിയിട്ട് ഞാൻ കഴിച്ചോളാം, ഞാൻ എൻ്റെ പല്ല് കൊണ്ട് കടിച്ചു തിന്നോളാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വിശപ്പിനെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, ടില്ല് പറയുന്നത്. The captain was playing a game of chess with another officer. He looked curiously at it. ക്യാപ്റ്റൻ അവിടെ വേറൊരു ഓഫീസറായിട്ട് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എന്ത് ചെയ്തു? ടില്ലിനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട് നോക്കി. വേർ ഡു യു കം ഫ്രം? താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ടില്ല് പറയാണ്, ഫ്രം ഫ്ലാൻഡേഴ്സ്, റിപ്ലൈഡ് ടിൽ. ടില്ല് എന്ത് പറഞ്ഞു? ഞാൻ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത്. വാട്ട് ഡു യു വോണ്ട്? താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച്ഡക്ക് one of my paintings. I am a painter. അപ്പോൾ ടില്ല് പറയാണ്, എനിക്ക് ഇവിടുത്തെ രാജാവിനെ കാണണം, ഹിസ് ഹൈനസ് ആർച്ച്ഡക്കിനെ കാണണം. പിന്നെ എൻ്റെ പെയിൻറ്റിങ്ങിലെ ഒരു പെയിൻറ്റിങ് എനിക്ക് കാണിക്കണം. ഐ ആം എ പെയിൻറ്റർ, ഞാനൊരു പെയിൻറ്ററാണ് എന്ന് പറയാണ്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ, ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. അതായത് വെൽ, ഓക്കെ, താങ്കൾ പെയിൻറ്റർ ആയതുകൊണ്ടും ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത് ഉള്ളതുകൊണ്ടും താങ്കൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചാലും, ക്യാപ്റ്റൻ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കൊട്ടാരത്തിലോട്ട് പ്രവേശിച്ചാലും എന്ന് പറഞ്ഞു. Captain knew that Flemish painters and their pictures were in great demand all over Europe. അപ്പോൾ ക്യാപ്റ്റന് അറിയാം എന്ത്, ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെമിഷ് എന്ന് പറഞ്ഞാൽ ഫ്ലാൻഡേഴ്സിലുള്ള ആൾക്കാരെ പറയുന്നതാണ് ഫ്ലെമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാൻഡേഴ്സിലുള്ള പെയിൻറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ അവരുടെ പിക്ചേഴ്സിന്, പെയിൻറ്റിങ്ങിനൊക്കെ വളരെ ഡിമാൻഡാണ് യൂറോപ്പിൽ മൊത്തം. അപ്പോൾ അത് ആർക്കറിയാം? ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിന് അറിയാം. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച്ഡക്ക്. ടില്ലിനെ ആർച്ച്ഡക്കിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു. ഹി സല്യൂട്ടഡ് ദ ആർച്ച്ഡക്ക് 3 times ആൻഡ് സ്റ്റൂഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ്. അപ്പോൾ ടില്ല് എന്ത് ചെയ്തു? ആർച്ച്ഡക്കിൻ്റെ അവിടെ 3 പ്രാവശ്യം സല്യൂട്ട് ചെയ്തിട്ട് തല കുമ്പിട്ട് അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് പറയാണ്, മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. അപ്പോൾ ടില്ല് പറയാണ്, ആർച്ച്ഡക്കിനോട് പറയാണ്, മേ യുവർ ഹൈനസ്, അല്ലയോ രാജാവേ, പാർഡൺ മീ, എന്നോട് ക്ഷമിച്ചാലും, ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ്, അതായത് എൻ്റെ തിടുക്കത്തിലുള്ള ഈ ചിന്തകളെ അങ്ങ് ക്ഷമിച്ചാലും, ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്, എൻ്റെ ഈ ചിത്രം, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ചിത്രം എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ തിടുക്കത്തെ അങ്ങ് ക്ഷമിച്ചാലും. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വിർജിൻ ഇൻ ഹെർ റോയൽ റോബ്സ്. ഞാൻ വരച്ചിരിക്കുന്ന ഈ പിക്ചർ ഞങ്ങളുടെ ഒരു രാജകുമാരിയുടെ റോയൽ റോബ്സ് എന്ന് പറഞ്ഞാൽ രാജകുമാരിയുടെ രാജകീയ ഡ്രസ്സോട് കൂടിയിട്ടുള്ള ഒരു ചിത്രമാണ്. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ഞാൻ വളരെ സ്പെഷ്യലായിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. അത് താങ്കളുടെ രാജാവിൻ്റെ നോബിൾ എന്ന് പറഞ്ഞ ഉന്നത കുലനായ താങ്കളുടെ പാദത്തിൽ സമർപ്പിക്കാനാണ് ഞാൻ ഈ ചിത്രം വരച്ചിരിക്കുന്നത്.
ടിൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ് ടു സിംഗിങ്. ടിൽ കുറച്ച് നേരം പോസ് ചെയ്ത് നിന്നു. ആ തിടുക്കത്തിലുള്ള വർത്തമാനത്തിൽ നിന്ന് കുറച്ച് നേരം പോസ് ചെയ്തിട്ട് അങ്ങനെ നിന്നു. ദെൻ ഹി കണ്ടിന്യൂ. പിന്നെ അദ്ദേഹം തുടർന്നു. യു മസ്റ്റ് ഫോർഗിവ് മീ യുവർ ഹൈനസ്. ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. അപ്പോൾ ടില്ല് പറയാണ്, താങ്കൾക്ക് തീർച്ചയായും എൻ്റെ ഈ ചിത്രം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്തായാലും എൻ്റെ ഈ ചിത്രം ഇഷ്ടപ്പെടുമെന്ന് പറയാണ്. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ ഹൂ ഡൈഡ് റീസെൻ്റ്ലി. പിന്നെ താങ്കൾ എനിക്ക് അവിടെ ഒഴിഞ്ഞു കിട്ടിയിരിക്കുന്ന റീസെൻ്റായിട്ട് മരിച്ച ആ പെയിൻറ്ററുടെ ചെയർ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, അത് എനിക്ക് താങ്കൾ ഓഫർ ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാണ്. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. ഞാനത് കാണുകയാണ്, ആ എംപ്റ്റി വെൽവെറ്റ് ചെയർ ഫില്ലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ കാണുകയാണെന്ന് പറയാണ്. ദ വിർജിൻസ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് പെയിൻറ്റിംഗ് ആൻഡ് ദ ആർക്കിടെക്ട് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. അപ്പോൾ ആ ചിത്രം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ തിളങ്ങുന്ന നല്ലൊരു ചിത്രമായിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചിക്സ്. അപ്പോൾ ആർക്കിടെക്ട് രാജാവ് എന്ത് ചെയ്തു? ടില്ലിനെ കെട്ടിപ്പിടിച്ച് 2 കവളത്തും ഉമ്മ കൊടുത്തു. ഹി സെഡ്, ഐ ഷാൽ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ. ഹി ഡിറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? ആർക്കിടെക്ട് എന്ത് ചെയ്തു? ഐ ഷാൽ ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ. താങ്കളെ എൻ്റെ കോട്ട് പെയിൻറ്ററായിട്ട് ഞാൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ, ടില്ലിനെ ആ ചെയറിൻ്റെ അവിടേക്ക് ഡിറക്റ്റ് ചെയ്തു, അവിടേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. പറയാം, വെൽ മൈ ഡിയർ ഫെല്ലോ, ഹി സെഡ്. അദ്ദേഹം പറയാണ്, വെൽ മൈ ഡിയർ ഫെല്ലോ. രാജാവ് പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട തോഴ. ഫെല്ലോ എന്ന് പറഞ്ഞാൽ തോഴ, ഒരാളെ സംബോധന ചെയ്ത് പറയാണ്. യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് യു സെർട്ടൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. താങ്കളുടെ തലയിൽ ഒരു നാക്കുണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യണമെന്നും താങ്കൾക്കറിയാം. അതായത് അവിടെ ഒരു അദ്ദേഹത്തെ ഒരു നല്ല രീതിയിൽ രാജാവൊന്ന് പുകഴ്ത്തിയതാണ്. യു ആർ എ ടോക്കറ്റീവ് ഫെല്ലോ ആറിൻ്റ് യു. അതായത് താങ്കളൊരു വാക്സാമർത്ഥ്യമുള്ള ഒരു വ്യക്തിയാണ്, ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. പറയാണ്, യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിംബറൻസ് ആൻഡ് മൈ ഡോങ്കി ജെഫ് യു ജസ്റ്റ് വൺ മോർ മിനിറ്റ്. 1 മിനിറ്റ് താങ്കൾ എൻ്റെ ഡോങ്കിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ടിൽ പറഞ്ഞു, മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ ഓൾ അലോങ് ദ വേ ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ് ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്. എൻ്റെ ഡോങ്കി, എൻ്റെ കഴുത, അവൻ പോരുന്ന വഴിക്ക് ഉള്ള പുല്ലുകളും അതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തോൺസ് അതൊക്കെ അവൻ റോഡ് സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ സ്വന്തമായിട്ട് അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ സ്റ്റൊമക്ക് കരയാൻ തുടങ്ങി, വളരെ ശബ്ദത്തോടു കൂടി കരയാൻ തുടങ്ങി. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയാണ്. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൺ ഹിയർ നൗ. പക്ഷേ അങ്ങേക്കും ആ ശബ്ദം കേട്ടു തുടങ്ങും. അതായത് എൻ്റെ വയറ്റിൽ നിന്ന് ഉയരുന്ന ശബ്ദം, എൻ്റെ വിശപ്പ് കൊണ്ടുള്ള ആ ശബ്ദം താങ്കൾക്കും കേട്ടു തുടങ്ങും എന്ന് പറയാണ്. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. ഞാൻ എന്നെ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ കൊണ്ടാണ്. താങ്കളുടെ ടേബിളിൽ ഇരുന്നിട്ട് നല്ല ഫുഡും നല്ല പാനീയവും കുടിച്ച്
ായിട്ടുള്ള ആ സ്വപ്നങ്ങൾ കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഫീഡ് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ വിശപ്പടക്കിയിരുന്നത് എൻ്റെ ഈ സ്വപ്നങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടില്ലിനെ കുറിച്ചും പിന്നെ ഫസ്റ്റ് ഭാഗത്ത് ടില്ലിനെ കുറിച്ച് പറയാണ്, ടില്ലിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നു, പിന്നെ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് ടില്ല് വരുന്നത്, അവിടുത്തെ പെയിൻറ്റിങ്ങൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പെയിൻറ്റിങ് ആയതുകൊണ്ട് ടില്ലിനെ അകത്തേക്ക് കിടത്തി വിടുകയാണ്. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് ടില്ലെത്തി. ടില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടില്ല് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, അത് രാജാവിനെ കാണിച്ചു. രാജാവിന് അത് ഇഷ്ടപ്പെട്ട് രാജാവിനോട് അവിടുത്തെ ഒഴിഞ്ഞിടക്കുന്ന ചെയർ, അതായത് കോട്ട് പെയിൻറ്ററിൻ്റെ ഒരു ചെയർ അവിടെ ഒഴിഞ്ഞിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒഴിഞ്ഞിടക്കുന്ന ചെയർ എനിക്ക് ഓഫർ ചെയ്യണമെന്ന് ടില്ല് പറയുകയാണ്. അങ്ങനെ അത് രാജാവ് സമ്മതിച്ച് ടില്ലിന് ആ ചെയർ കൊടുത്തു. അങ്ങനെ അവിടുത്തെ കോട്ട് പെയിൻറ്ററായിട്ട് ടില്ലിനെ നിയമിക്കുകയാണ്. എന്നിട്ട് പിന്നെ ടില്ല് പറയുന്ന കാര്യങ്ങൾ, ടില്ലിന് വിശപ്പുണ്ടായിരുന്നു. ഡോങ്കി വരുന്ന വഴിക്കുള്ള ഭക്ഷണമൊക്കെ ഡോങ്കി തന്നെ കഴിച്ചു. പക്ഷേ ഞാൻ 3 ദിവസമായിട്ട് വിശപ്പ്, ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ എനിക്കപ്പോൾ താങ്കളുടെ എന്താ പറയുക, ടേബിളിൽ ഇരുന്നിട്ടുള്ള ഫുഡ്, നല്ല ഫുഡും നല്ല പാനീയവും ഒക്കെ കുടിച്ചിട്ടുള്ള ആ സ്വപ്നങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ വിശപ്പടക്കിയിരുന്നെന്ന് പറയുകയാണ്. ഇവിടം വരെയാണ് എടുക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.